ഇന്ന് ലോക നാളികേര ദിനമാണ്. മാസങ്ങൾക്ക് മുൻപ് ആർക്കും വേണ്ടാതിരുന്ന നാളികേരം ഇന്ന് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നാളികേരത്തിനും നാളികേര ഉൽപ്പന്നങ്ങൾക്കും വലിയ വില ലഭിച്ചതോടെ കൂടുതൽ കർഷകർ തെങ്ങ് കൃഷിയിലേക്ക് തിരിച്ചുവരുന്നുമുണ്ട്. CCTV അടക്കം സ്ഥാപിച്ചാണ് ഇന്ന് തെങ്ങിൻ തോപ്പുകൾ സംരക്ഷിക്കുന്നത്. നേരത്തെ കിലോയ്ക്ക് 20 മുതൽ 25 രൂപ വരെ വിലയുണ്ടായിരുന്നതിൽ നിന്നാണ് 70 മുതൽ 80 വരെ രൂപയിലേക്ക് ഉയർന്നത്. നിലവിൽ 1 കിലോ തേങ്ങയ്ക്ക് 66 രൂപയാണ് വില. 2023-24 വർഷം 7,65,840 ഹെക്ടർ സ്ഥലത്താണ് കേരളത്തിൽ തെങ്ങ് കൃഷി ചെയ്തത്. ഇതിൽ വിളഞ്ഞത് 5,522.71 മില്യൺ തേങ്ങയായിരുന്നു. ഹെക്ടർ ഒന്നിന് 7,211 തേങ്ങ എന്ന തോതിലായിരുന്നു വിളവ് ലഭിച്ചത്. കേരന്തിങ്ങും കേരള നാടിന് ആ പേര് നഷ്ടമാവുന്നതിനിടയ്ക്കാണ് തേങ്ങയ്ക്ക് വില ഉയർന്നത്. ഇതോടെ കർഷകർ തെങ്ങ് കൃഷിയിലേക്ക് തിരിച്ചുവരുന്നത് ആശ്വാസമാണ്. വ്യവസായ ഉപയോഗം വർദ്ധിച്ചതോടെ തേങ്ങയുടെ തലവര തെളിഞ്ഞു. വെളിച്ചെണ്ണയ്ക്കും വില സർവകാല റെക്കോർഡിൽ തുടരുകയാണ്. 480 മുതൽ 500 രൂപ വരെയാണ് ബ്രാൻഡുകൾക്കനുസരിച്ച വില. വെളിച്ചെണ്ണയ്ക്ക് പുറമെ തേങ്ങാപ്പാൽ, പാക്ക് ചെയ്ത ഇളനീർ, തേങ്ങാപ്പാൽ പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളും വിപണിയിൽ സ്ഥാനം പിടിച്ചു. ഇവ വിപണിയിലെത്തിക്കുന്ന ചെറുതും വലുതുമായ നൂറുകണക്കിന് സംരംഭങ്ങളാണ് നിലവിലുള്ളത്. ചിരട്ടയ്ക്കും വില വർദ്ധിച്ചു. മുൻപ് 1 കിലോ ചിരട്ടയ്ക്ക് 9 രൂപയായിരുന്നു. ഇപ്പോഴത് 30 രൂപയായി. ജലശുദ്ധീകരണത്തിനുള്ള പ്രകൃതി നിർമ്മിത വസ്തുവായി ചിരട്ടക്കരി ഉപയോഗിക്കുന്നതാണ് ഡിമാൻഡിന് കാരണം. ജർമ്മനി, ഇറ്റലി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചിരട്ടക്കരി കയറ്റിപ്പോകുന്നത്. കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചിരട്ട കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് കരിയായി മാറ്റുന്നത്. അതേസമയം തേങ്ങ ഉൽപ്പാദനത്തിലെ കുറവ് തന്നെയാണ് വില കൂടാൻ പ്രധാനമായും കാരണമായത്. ആദായകരമല്ലാതായതോടെ കർഷകർ തേങ്ങയെ കൈവിട്ടു. കാലാവസ്ഥാ വ്യതിയാനവും കൊമ്പൻചെല്ലി ഉൾപ്പെടെയുള്ളവയുടെ ആക്രമണവും മണ്ടരി, കൂമ്പുചീയൽ രോഗബാധയും വന്യമൃഗശല്യവുമാണ് കർഷകരെ തെങ്ങിൽ നിന്നും അകറ്റിയത്. ഗുണമേന്മ കൂടുതലുള്ള കുറ്റ്യാടി തേങ്ങകൾ വന്യമൃഗശല്യം മൂലം കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.